ഹലോ, നമസ്തേ. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ? ഇനി ഒരു പായസം കൂടെ ഉണ്ടാക്കണം. എന്നാൽ വൈകിക്കണ്ട, വീഡിയോ കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ട് വേഗം വരാം. അങ്ങനെ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം എടുത്തു വയ്ക്കാം. ഏലക്കായുടെ തൊലി നീക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള കുരു മാത്രമേ നമ്മളിവിടെ എടുക്കാറുള്ളൂ. തൊലി ഇട്ടാൽ അത് ചവറ് പോലെ കിടക്കുമല്ലോ പായസത്തിൽ, അതുകൊണ്ട് അത് ശരിക്കും പൊടിയില്ല. അപ്പം നമ്മൾ ആവശ്യമുള്ള ഏലക്ക അടത്തി അതിനകത്തുനിന്ന് കുരു എടുത്തിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ പഞ്ചസാരയുടെ അനുസരിച്ച് പിന്നെ മധുരം ചേർക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് കുറഞ്ഞ അളവിലുള്ള ഏലക്ക ആകുമ്പോൾ ഏലക്ക ഇത്തിരി ഉണ്ടാവുള്ളല്ലോ, അത് പിന്നെ പൊടിയില്ല. ജാറിൽ അത് മാത്രമായിട്ടിട്ടാൽ നമ്മളെടുക്കുന്ന ഏലക്ക ഇത് ഇത്രയേ ഉള്ളൂ. നോക്കിക്കണ്ടോ, ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടണം. ഇനിയുണ്ട് പൊളിച്ചെടുക്കാൻ. ഒന്ന് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ ചെറിയ ജാറിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാൽ എളുപ്പം പൊടിഞ്ഞ് കിട്ടും. ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾക്ക് പായസത്തിൽ ചേർക്കാനുള്ള കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് കിസ്മിസ്, പിന്നെ നെയ്യ്. നമ്മുടെ കയ്യിൽ മിൽമയുടെ നെയ്യാണുള്ളത്, അതാണ് നമ്മൾ എടുക്കുന്നത്, നെയ്യ്. പിന്നെ നമുക്ക് വേണ്ട, നമ്മുടെ പായസം റെഡിയാക്കാൻ വേണ്ട പ്രധാന സാധനം എന്ന് പറയുന്നത്, നമ്മളിന്ന് വ്യത്യസ്തമായ ഒരു പായസമല്ല തയ്യാറാക്കാൻ നോക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട്, അത് റാഗി സേമിയയാണ്. ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മാർജിൻ ഫ്രീയിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇതുകൊണ്ട് പായസം നമുക്ക് വെറൈറ്റി ആകാം. നമ്മളൊരു വിശേഷം ഓണത്തിനൊക്കെ പായസമൊക്കെ ഉണ്ടാക്കിയാൽ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതാകുമ്പോൾ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ളത് റാഗി സേമിയ കണ്ടില്ലേ, അത് 200 ഗ്രാമിൻ്റെതാണ്. നമ്മളതിനെ രണ്ടായിട്ടാണ് ചെയ്യുന്നത്, കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ശർക്കര ചേർത്തിട്ടും കുറച്ച് മധുരത്തിന് പഞ്ചസാര ചേർത്തിട്ടുമാണ് ഉണ്ടാക്കുന്നത്. മിൽമയുടെ 2 കവർ പാല് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മുടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മൾ കണ്ടില്ലേ, 200 ഗ്രാമിൻ്റെ ആയിരുന്നു. അതിൻ്റെ പകുതി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ആവി കയറ്റിയെടുക്കണം. സാധാരണ സേമിയൊക്കെ നമ്മൾ പായസത്തിന് എടുക്കുന്ന സേമിയൊക്കെ വറുത്തിട്ട്, നെയ്യിൽ വറുത്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ ആവി കയറ്റിയിട്ട് വേണം ഈ സേമിയ എടുക്കാൻ. വറുത്തെടുത്താൽ പറ്റില്ല, ആവി കയറ്റി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സേമിയ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് സോക്കായി നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന ആ സമയത്ത് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. പായസത്തിനുണ്ട് പാല്, 2 കവർ പാൽ, 1 ലിറ്റർ പാൽ ഇപ്പം നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ വെക്കുവാണ്, നമുക്കത് തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കട്ടെ. നമുക്കപ്പോൾ പായസത്തിലിടാനുള്ള ഏലക്ക, ഇപ്പം നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് നമുക്കതൊക്കെ ചെയ്തു വയ്ക്കാം. ഏലക്ക പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത്ര ഏലക്കേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമായിട്ടിട്ടാൽ പൊടിയില്ല. അതിന് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മധുരം പായസത്തിൽ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് മധുരം കുറച്ചിട്ട്, നമ്മളിപ്പോൾ എടുക്കുന്നതിൽ കുറച്ചിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് പൊടിയാൻ വേണ്ടിയിട്ടുള്ള ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് നമ്മളത് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. പൊടിച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മൾ സേമിയ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത് ഇപ്പോൾ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ആവിയിൽ വെച്ചാൽ മതിയാവും, അത് വെന്ത് കിട്ടും. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ വേറെ സ്റ്റീമറൊന്നുമില്ല. നമ്മളപ്പോൾ ഇത് അപ്പച്ചെമ്പിലുള്ള തട്ടാണ്, നമ്മുടെ ഇഡലി പാത്രത്തിലുള്ള തട്ട്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ സേമിയ, വെള്ളം വലിഞ്ഞിട്ടുണ്ട്, ഈ സേമിയ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ച് ഇത് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ സേമിയ വെന്ത മണം വരുന്നുണ്ട് ആവിയിൽ നിന്ന്. നമുക്കങ്ങ് ഓഫ് ചെയ്തേക്കാം. ഒരു 5 മിനിറ്റ് കഷ്ടിച്ച് മതി വേവാൻ.
അപ്പം നമ്മൾ സേമിയ വേവിച്ചെടുത്തിട്ടുണ്ട്, ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്യാം. ചുവട് കെട്ടിയുള്ള പാത്രമായതുകൊണ്ടാണ് എടുത്തത്. വെച്ച് കൊടുക്കാം. അതിൻ്റെ വെള്ളമയം പോയി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തീ കുറച്ചാണ്, സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടും നമുക്ക് വേസ്റ്റ് ആക്കി കളയാനില്ല. നമുക്കിപ്പോൾ ഇത് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പായസമല്ലേ, അപ്പോൾ കുറച്ച് നെയ്യുടെ ടേസ്റ്റൊക്കെ വേണമല്ലോ. നമുക്കിന്ന് നന്നായിട്ട് നെയ്യുമായിട്ട് ചേർത്തെടുക്കാം. ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ആവി കയറ്റി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി വേവാനൊന്നും അതിന് സമയം വേണ്ട. ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. മിക്സായിട്ടുണ്ട്, നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ 1 ലിറ്റർ പാല് തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. കുറച്ചൊഴിച്ചിട്ട് നിർത്താം, നോക്കാം. നമുക്ക് പായസമല്ലേ, 1 ലിറ്റർ പാല് കുഴപ്പമില്ല. നമ്മൾ 200 ഗ്രാം സേമിയയുടെ പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ അരിച്ചാണ് ഒഴിച്ചത്. അതെന്തിനാണ് അരിച്ചൊഴിക്കുന്നത്? ചിലർ പാല് തിളപ്പിച്ച് നേരിട്ട് സേമിയ ഇട്ട്, ഏത് പായസം, സേമിയ പായസം നിൽക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. അങ്ങനെ ചെയ്താലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പായസം റെഡിയായി തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പിടിച്ച പോലെ കിടക്കുന്നതാണ്. അത് ഒഴിവാക്കാനാണ് നമ്മൾ, പാലിൻ്റെ പാട കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത്. ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ഭാഗം മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ സേമിയ. അത് ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കേണ്ടിയിട്ടാണ്. ഈ പായസം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഷുഗറുള്ള ആളുകൾ പഞ്ചസാര ഇട്ടാൽ അവർക്കത് കുടിക്കാൻ പറ്റില്ലല്ലോ. ഷുഗറുള്ള ചിലർ പറയാറുണ്ട് ശർക്കര ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ടാണ് ശർക്കര ഇട്ട് റെഡിയാക്കേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് ചേർക്കാനുള്ളത്. കുറച്ച് പഞ്ചസാര ചേർത്ത് നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴല്ല നമ്മൾ ചേർക്കുന്നത്, ഇതാ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് മാത്രമായിട്ടിട്ടാൽ പൊടിയാത്തത് കൊണ്ട് പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചതാണ്. ചേർക്കാൻ സമയമായിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതൊന്ന് തിളച്ചതായിരുന്നു. ഇപ്പൊ നമുക്ക് പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. നമ്മളിപ്പം ഇവിടുത്തെ പാകം നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ പാകം നമുക്കറിയാമല്ലോ. അതനുസരിച്ച് നമ്മൾ മധുരം ചേർക്കുന്നു. ലേശം കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർന്ന് വരുമ്പോൾ മധുരം പാകത്തിനാകും. കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടു. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ സാധാരണ സേമിയ ഉണ്ടാക്കുന്ന, സേമിയ പായസത്തിന് എടുക്കുന്ന അത്ര സമയമൊന്നും ഇതിന് വേണ്ട. അത് നമുക്ക് അത്രയും സമയം എടുക്കുന്നത് അത് നെയ്യിൽ വറുത്തെടുക്കുന്ന ഒരുപാട് സമയം എടുക്കും. പിന്നെ അത് വേവിച്ചെടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ സമയം എടുക്കും. ഇത് നമുക്ക് നേരിട്ട് ആവി കൊള്ളിച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സമയലാഭവും ഉണ്ട് മറ്റേതിനേക്കാൾ, സാധാരണ സേമിയ പായസത്തിനേക്കാൾ. നമ്മുടെ സേമിയയും പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ചൂടുള്ളിടത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഈ പാകത്തിൽ എടുക്കുവാണെങ്കിൽ കുഴഞ്ഞു പോകാതെ ഇരിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ
കെട്ടിയിരിക്കും. അതിന് നമുക്ക് ഈ ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഏലക്ക ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇളക്കിയിട്ട് നമുക്ക് ഈ ചൂടുള്ള അടുപ്പിൽ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിതൊന്ന് മാറ്റി വെക്കുവാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് പായസത്തിൻ്റെ. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. ഇത് നമുക്കൊന്ന് നെയ്യിൽ വറുത്ത് പായസത്തിലേക്ക് ചേർക്കാം. ആദ്യം നമ്മൾ സേമിയ ഒരു സ്പൂൺ നെയ്യുമായിട്ടാണ് മിക്സ് ചെയ്തത്. ഒരുപാട് നെയ്യുടെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി ഞാൻ പായസത്തിലേക്ക് വേറെ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ഇത് നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് ഇനി വേറെ നെയ്യൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മതിയാവും. സ്പൂണിങ് തന്നെ എണ്ണ. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതക്കല്ലില്ല. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ നിറം ഒന്ന് മാറി വന്നാൽ മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പം നമുക്ക് മാറ്റി എടുക്കാം. ഇനി നമുക്ക് എടുക്കാം. ഇനി ഇട്ടുന്നാൽ അത് കരിഞ്ഞു പോവും. അപ്പം നമുക്കത് മാറ്റാം. ഈ നെയ്യ് ഞാൻ പായസത്തിൽ ബാക്കിയുള്ളത് ഇതിനകത്തുള്ളത് വറുത്തതിൻ്റെ ഒഴിക്കുന്നില്ല. കാരണം ഇതിൽ ചിലപ്പോൾ കരടൊക്കെ ഉണ്ടായിട്ട് വീണിട്ടുണ്ടെങ്കിൽ, ഈ കാഷ്യൂനട്ടയിലോ മറ്റോ കരടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പായസത്തിൽ വരില്ല. അതുകൊണ്ട് നമ്മൾ അത് എടുക്കത്തില്ല. ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി നമ്മുടെ ഒരു പൊടിക്കൈ ഉണ്ട്. പായസത്തിന് ടേസ്റ്റ് കിട്ടാൻ എപ്പോഴും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇത് അയ്യേ വെക്കണ്ട. ചിലരിത് പറയും, അയ്യോ പായസത്തിൽ ഇത് ചേർക്കുമോ എന്ന് ചോദിക്കും. പക്ഷെ ഒരു നുള്ള് ചേർത്താൽ മാത്രമേ പായസത്തിന് ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടിപ്പോയാൽ കുഴപ്പമാണ്. ഇതൊരു നുള്ള് ചേർക്കണം. അത് വേറൊന്നുമല്ല. ഇതാ കണ്ടില്ലേ, ഒരു നുള്ള്. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ വിരലിൻ്റെ തുമ്പത്തിരിക്കുന്ന ഈ ഉപ്പ് കണ്ടോ, ഉപ്പ് പൊടി, ഇതൊന്നിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ശരിയായുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ചില പായസങ്ങൾ ചിലയിടത്തുനിന്ന് കുടിക്കുമ്പോൾ നമുക്കൊരു വെള്ള ചൊവയൊക്കെ ഫീൽ ചെയ്യത്തില്ലേ, ഇതെന്താ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് പോലെ എന്നൊക്കെ. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ആ ടേസ്റ്റ് വരുന്നത്. ഇതാ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് യോജിപ്പിക്കാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്.
ഈ പാകത്തിലെടുത്താൽ നമുക്ക് പായസം കട്ട പിടിച്ച് പോകാതെ ഇരിക്കും. കണ്ടില്ലേ? ഇപ്പം നമ്മൾ കുറച്ച് സമയമായില്ലേ എടുത്ത് മാറ്റി വെച്ചിട്ട്, കട്ട പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ട് കാണിച്ചു തരാം. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ? ടേസ്റ്റിയാണ് പായസം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കാൻ എടുക്കുന്ന അതിൻ്റെ പകുതി സമയം പോലും നമുക്ക് വേണ്ടി വന്നില്ല. സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് കാര്യം വേഗം കഴിയും, സമയലാഭമുണ്ട്. പിന്നെ വീട്ടിൽ ഷുഗർ കൂടുതലുള്ളവർക്ക് കഴിക്കാൻ പറ്റാതെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വിഷമമല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ പായസം ഉണ്ടാക്കി നോക്കിയാൽ അവർക്കും കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് ശർക്കര ചേർത്താൽ. ഷുഗർ ഉള്ളവർ ശർക്കര കഴിക്കാറുണ്ടെന്ന് പറയുന്നത് വെച്ചിട്ട് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ശർക്കര ചേർത്തിട്ട്, ശർക്കരപ്പാനി ചേർത്തിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റിയാണ് പായസം, നമ്മുടെ റാഗി പായസം. ഇപ്പോൾ വീഡിയോ കണ്ടില്ലേ? പായസം എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ ബൈ.